നമ്മളിന്ന് കേരളത്തിൽ തരംഗമായ റോക്കറ്റ് അടുപ്പാണ് ചെയ്യാൻ പോകുന്നത്. പല ചാനലുകളിലും ചെയ്തിട്ടുണ്ട്, പല ചാനലുകളിലും പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചിലർ പറയുന്നത് തട്ടിപ്പാണെന്ന് പറയുന്നുണ്ട്, ഈ കത്തി നിൽക്കില്ല എന്ന് പറയുന്നു. ചിലർ പറയുന്നത് നല്ല രീതിയിൽ കത്തി നിൽക്കും, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമുക്കതിന് വേണ്ടത് കുറച്ച് ഇഷ്ടികയാണ്. റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കേണ്ട സ്ഥലം ആദ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇഷ്ടികയിൽ പൊടി ഒക്കെ തട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ 3 ഇഷ്ടിക ഇതിൽ കാണുന്ന പോലെ വയ്ക്കാം. ആ ചെറിയ പോർഷനിൽ ഒരു ഇഷ്ടികയുടെ കഷ്ണം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. നമുക്കിനി വേണ്ടതൊരു ഇതേപോലത്തെ ഒരു നെറ്റിൻ്റെ കഷ്ണമാണ്. അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അടുത്ത ഇഷ്ടിക ആ ചെറിയ പീസ് ഇഷ്ടികയുടെ മുകളിൽ ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒരു ഇഷ്ടിക എടുത്ത് ഇതേപോലെ വയ്ക്കുക. നമുക്ക് ഇനി ഒരു ചെറിയ പീസാണ് വേണ്ടത്, ഒരു ചെറിയ പീസ് ഇഷ്ടിക വേണ്ടത്. അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയറിൽ നേരത്തെ ചെറിയ പീസ് വെച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സെക്കൻഡ് ലെയറിൽ ഈ ഇഷ്ടിക വെച്ച് കൊടുക്കുക. വീണ്ടും തേർഡ് ലെയർ ആ ചെറിയ പീസിൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ ഇഷ്ടിക നമുക്കിവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ഹോളിന് മുകളിലായിട്ട്, ആ ഹോളിലേക്ക് കൂടെയാണ് നമ്മൾ വിറകൊക്കെ വെച്ച് കൊടുക്കുക. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത ലെയർ ഇഷ്ടിക നമുക്കിങ്ങനെ വെച്ച് തുടങ്ങാം. ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 4 ലെയർ ഇഷ്ടിക വെച്ചിട്ടുണ്ട് ഇതുവരെയായിട്ട്. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും 5ാമത്തെ ലെയർ വെച്ച് തുടങ്ങാം. അടുത്ത ലെയർ ഇഷ്ടിക ഇതേപോലെ വെക്കാം. നമുക്ക് അതിനെ ഫോളോ ചെയ്ത് ബാക്കിയുള്ള ഇഷ്ടിക വെച്ചിട്ട് ഈ ലെയർ പൂർത്തിയാക്കാം. വീണ്ടും അടുത്ത ലെയർ ഇഷ്ടിക നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതേറ്റവും ടോപ്പിൽ വരുന്നതാണ്, ലാസ്റ്റ് ലെയർ ആണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആകെ 7 ലെയർ ഇഷ്ടിക നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു പഴയ സ്റ്റവിൻ്റെ മറ്റു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. നമുക്ക് പാത്രം കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ നെറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിറകുകൾ വെച്ച് കൊടുക്കാം. ചെറിയ ചെറിയ വിറകുകളാണ് പറ്റുള്ളൂ. അടിയിൽ ചാരം വന്ന് വീഴും. ഒരു ഇഷ്ടിക വെച്ച് അവിടെ മറക്കാം. നമുക്കിനി തീ കത്തിച്ച് നോക്കാം. അതിനുവേണ്ടി വിറക് നുറുക്കിയെടുക്കാം. ചെറിയ പീസാക്കി നുറുക്കിയെടുക്കണം. ഇതിൻ്റെ ഒരു പോരായ്മ വലിയ വലിയ വിറകുകളൊന്നും പറ്റൂല, കുറച്ച് ചെറിയ ചെറിയ വിറകുകളെ പറ്റുള്ളൂ. അവസാനം തീപ്പൊട്ടി തന്നെ എടുക്കേണ്ടി വന്നു. ലൈറ്റർ കംപ്ലൈൻ്റ് ആണ്.
മഴക്കാലം ആയതുകൊണ്ട് തന്നെ വിറകുകളൊക്കെ കത്തിപ്പിടിക്കാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. നന്നായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട്. ചില വിറകിന് നനവുള്ളത് കൊണ്ടാണ് തോന്നുന്നത് നന്നായിട്ട് പുകയുന്നുണ്ട്. ഇപ്പം നല്ലപോലെ തീ കത്തി വരുന്നുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കലത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കൊടുക്കാം. വെള്ളം വെച്ചു, പെട്ടെന്ന് തന്നെ നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തിളക്കിയിട്ടുണ്ട്. നല്ല ചൂടാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. നമുക്ക് ചായ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ചായയൊക്കെ റെഡിയായി. തീ കെട്ടിട്ടില്ല, ഇപ്പോഴും നല്ല രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്. എന്തായാലും ഇതൊരു ഉപകാരപ്രദമായ സംഭവം തന്നെയാണ്. അടുപ്പിപ്പോഴും ഇവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചൂട് നിൽക്കുന്നുണ്ട്. വളരെ കുറച്ച് വിറകിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ വിറക് നല്ല ചെറിയ വിറകാക്കി നുറുക്കിയിട്ട് വേണം എടുക്കാൻ, എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയുള്ളൂ. പിന്നെ ചാരം കുറേശ്ശെ അടിയിലേക്ക് വീഴുന്നുണ്ട്, അത് നല്ലൊരു സൗകര്യമാണ്. ട്രിപ്പിങ്ങിനും ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവർക്കും വീടുകളിലൊക്കെ പെട്ടെന്ന് ഒരു അടുപ്പ് തട്ടിക്കൂട്ടാൻ പുറത്തൊക്കെ ചെയ്തെടുക്കാനൊക്കെ നല്ല പരിപാടിയാണ്. റോക്കറ്റ് അടുപ്പ് വിജയമായിട്ടുണ്ട്. ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് അടുപ്പിന്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. താങ്ക് യു.